Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ക്രാച്ചിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ എവറി തേർഡ് വെനസ്ഡേസിലും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ഐറ്റത്തിനെ റീയൂസ് ചെയ്ത് പുതിയ ലുക്കിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള പീസ് എന്ന് പറയുന്നത് കർട്ടൻ പീസസ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പുതിയ ലുക്കിലേക്ക് നമ്മളോട് മാറ്റിയെടുക്കുകയാണ്. നമ്മളൊരു ഫ്രിഡ്ജ് കവറായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഒരു 200-250 റേഞ്ചിലുള്ള ഫ്രിഡ്ജ് കവർ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 മിനിറ്റ്സ് മതി, അടിപൊളി ഐറ്റം നിങ്ങൾക്ക് കിട്ടുകയെ. അപ്പോൾ നമ്മളിവിടെ 2 പീസസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസ് നമുക്ക് പോക്കറ്റ്സിനായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ള, മറ്റേ പീസ് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ടും. അപ്പോൾ അത് ലെങ്ത് വിത്തൊക്കെ തന്നിട്ടുണ്ട്. പോക്കറ്റിൻ്റെ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 19 ഇഞ്ചും 10 ഇഞ്ച് വിത്താണ് എടുത്തിട്ടുള്ളത്. 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും, പിന്നെയുള്ള 18 ഇഞ്ചിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് 3 പോക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മസ്റ്ററി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ തേർഡ് വെനസ്ഡേസിലും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനലിൽ കയറിയിട്ട് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പോക്കറ്റ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ പീസ് തുണി കൊണ്ട് ഫുള്ളായിട്ട് മടക്കി അടിച്ചിട്ട് നല്ല ഫിനിഷിങ്ങിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിന് നല്ല ഭംഗിയുള്ളതായ ഒരു കവർ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡിൽ 3 പോക്കറ്റ്സ് ആയിട്ട് 6 പോക്കറ്റ്സ് വരുന്ന രീതിയിൽ നല്ല ഭംഗിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പോക്കറ്റ്സിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടുന്ന പേപ്പേഴ്സോ ബുക്സോ അതുപോലെ ചെറിയ പെന്നുകളും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കിച്ചണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ളതായ ഒരു സ്ക്രാച്ചിൽ നിന്ന് പുതിയൊരു ഐറ്റം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ അടിപൊളിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.